ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എന്നൊക്കെ ഒരു ഇതുണ്ട്. അപ്പോൾ ഈ പാക്കേജുകൾ മാനേജ് ചെയ്യാൻ വേണ്ടി ദർ ഷുഡ് ബി സം വേ റൈറ്റ്. അപ്പോൾ റൂബിക്ക് ജെംസ് എന്ന് പറയുന്ന ഒരു സൈറ്റ് ഉണ്ട്, പിപ്പ് എന്ന് പറഞ്ഞ ഒരു പാക്കേജ് മാനേജർ ഉണ്ട് പൈത്തണിൽ. ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് NPM ഉണ്ട്. അപ്പോൾ എനി എഞ്ചിനീയർ ക്യാൻ പബ്ലിഷ് എ പാക്കേജ്, മറ്റ് എഞ്ചിനീയേഴ്സിന് അത് യൂസ് ചെയ്യാം. ഇപ്പോൾ സ്ക്രാച്ച് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിന് പകരം നമുക്ക് പാക്കേജ് യൂസ് ചെയ്യാം. ദാറ്റ്സ് എ വോൾ കോൺസെപ്റ്റ് ഓഫ് പാക്കേജ് ആൻഡ് ഫ്രെയിംവർക്ക്. അത് ക്ലിയർ അല്ലേ? എന്ത് ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കോട്ടോ. എനി ഡൗട്ട് എനിത്തിങ് യു ക്യാൻ ജസ്റ്റ് ആസ്ക്, നോട്ട് എ പ്രോബ്ലം. എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ മൈ നെയിം ഈസ് വിഷ്ണു. ഞാനൊരു 3x കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്, 3x സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ്. കറൻ്റ്ലി റണ്ണിങ് ആൻ IT കമ്പനി. ഐ ഹാവ് അറൗണ്ട് 15 years ഓഫ് എക്സ്പീരിയൻസ്. ഞാൻ ജാവാസ്ക്രിപ്റ്റ്, ആംഗുലർ, റിയാക്ട്, ബാക്കെൻഡിൽ പൈത്തൺ, നോഡ്, മൊബൈൽ ആപ്പിൽ ഫ്ലട്ടറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. സോ റൂബി അത്ര യൂസ് ചെയ്തിട്ടില്ല. സോ ഐം ലൈക്ക് ലെറ്റ് മീ ഫിഗർ ഇറ്റ് ഔട്ട് ആ രീതിയിൽ. ഓക്കെ, സോ അപ്പോൾ ബെറ്റർ ഇഫ് യു ട്രൈ ഇറ്റ് ഔട്ട്. നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിങ്ങൾ ഓൾറെഡി റൂബി സെറ്റ് ചെയ്യണമെങ്കിൽ ഇഫ് യു ജസ്റ്റ് കോഡ് അലോങ് ഇറ്റ് വിൽ ബി മച്ച് ബെറ്റർ. അപ്പോൾ റൂബി ഇൻസ്റ്റാൾ ചെയ്യാൻ റൂബിയുടെ സൈറ്റിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഡൗൺലോഡ് ഇറ്റ്. അപ്പോൾ റൂബി -ലാൻ ഇതാണ് റൂബിയുടെ സൈറ്റ്. ദെൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ലാംഗ്വേജിനൊരു ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈഡ് ഉണ്ടാവും, ഒഫീഷ്യൽ ഒരു സൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരെ അതിലോട്ടാണ് ചാടാറ്, കാരണം നമുക്ക് ബേസിക്സ് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, ദെൻ യു ഹാവ് പിന്നെ ഞാനെന്ത് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതൊക്കെ അന്ന് പറഞ്ഞാണ് ജസ്റ്റ് ഒരു ഓവർവ്യൂ തരാൻ വേണ്ടിയാണ്. സോ ഐ ലൈക്ക് ലിസണിങ് ടു ദ ക്രിയേറ്റേഴ്സ് ഓർ എൻജിനീയേഴ്സ് ഓൾറെഡി യൂസിങ് ദിസ് ലാംഗ്വേജ്. അപ്പോൾ DHH ഈസ് എ ഗായ് ഹൂ ഈസ് മൾട്ടിപ്പിൾ സ്റ്റാർട്ടപ്സ് ഉണ്ട് പുള്ളിക്ക്. സോ ഹീ യൂസസ് റൂബി. അപ്പോൾ പുള്ളിയുടെ ഒരു 6 മണിക്കൂർ പോഡ്കാസ്റ്റാണ്, ഞാനപ്പോൾ ഇതൊക്കെ ഇരുന്ന് കേൾക്കാറുണ്ട്. ദെൻ ദർ ഈസ് സൈറ്റ് കോൾഡ് കൾട്ടറിപ്പോ. അപ്പോൾ ദിസ് ഈസ് ആക്ച്വലി നെറ്റ്ഫ്ലിക്സ് സ്റ്റൈൽ ഡോക്യുമെൻ്ററി ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്. അപ്പോൾ ഇത് ജാവയുടെ ഡോക്യുമെൻ്ററിയാണ്. അപ്പോൾ ഈ ജാവയും ഇതൊക്കെ വെറുതെ ഇരുന്ന് പഠിക്കൽ മടുപ്പായതുകൊണ്ട് ഐ ആം ലൈക്ക് ഓക്കെ, ഈ ഒരു ഡോക്യുമെൻ്ററി കണ്ടു കഴിയുമ്പോൾ നമ്മൾ അവിടെ അത് ബിൽഡ് ചെയ്ത എഞ്ചിനീയേഴ്സിൻ്റെ കഥ പറച്ചിലും കേട്ട് കഴിയുമ്പോൾ കുറച്ചൊന്ന് ട്രൈ ഔട്ട് ചെയ്യാൻ എക്സ്പീരിയൻസ് ഒരു ഇൻട്രസ്റ്റ് വരും. ഇപ്പോൾ C++ൻ്റെ ഉണ്ട്. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മെയ്ഡ് ഇൻ എ വെരി ഇൻട്രസ്റ്റിംഗ് വേ. ഓക്കെ, സോ പിന്നെ ഈ ഒരു സൈറ്റിനെ പറ്റി പറഞ്ഞായിരുന്നു. സോ Kodi.tech പ്ലേ ഗ്രൗണ്ട്. സോ ദിസ് ആക്ച്വലി ഒരു പ്ലേ ഗ്രൗണ്ടാണ്. ഇപ്പോൾ നമുക്കൊരു പുതിയ ലാംഗ്വേജ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോയിന്റ് സ്റ്റക്ക് ആവാതെ നമുക്ക് എങ്ങനെ ഒരു ലാംഗ്വേജ് ട്രൈ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. അപ്പോൾ നമുക്ക് ഡിഫറൻസ് അറിയാൻ പറ്റും. ഇതുണ്ടോ, അപ്പോൾ C++, C# അറിയുന്നവർക്ക് ഇതുണ്ടോ, ഇത്രയും ഈ ചെയ്യുന്ന സംഭവം ചെയ്യാൻ വേണ്ടി റൂബിയിൽ വെറും 3 ലൈൻ മതി. അപ്പോൾ ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് റൂബി. ഇറ്റ്സ് ബിൽറ്റ് ലൈക്ക് എ പൊയറ്റിക്കൽ തിങ്. സോ അപ്പോൾ അതാണ് ഓവർവ്യൂ. ഇനി പറയുകയാണെങ്കിൽ ജസ്റ്റ് ലെറ്റ്സ് ട്രൈ ടു മേക്ക് എ ഗെയിം ഇൻ റൂബി സോ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ്. സോ ഇതിൻ്റെ കോൺസെപ്റ്റ് ഫണ്ടമെൻ്റൽസ് പഠിക്കുക എന്നുള്ളതാണ്, അല്ലാതെ ഈ ഒരു റൂബി പഠിച്ചിട്ട് റൂബി വെച്ച് ഞാൻ കരിയർ ചെയ്യുള്ളൂ എന്നല്ല. വൺസ് യു ലേൺ റൂബി ഓർ വാട്ട് എവർ ദെൻ യു ക്യാൻ സെയിം സാധനം പൈത്തണിലാണെങ്കിലും പൈത്തണിൽ ഗെയിം ഉണ്ട്. ദർ ആർ മെനി തിങ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ റൂബിയുടെ റൂബി 2D എന്ന് പറയുന്ന ലാംഗ്വേജ് അല്ല, ഫ്രെയിംവർക്കാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ എഗെയിൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെയും ഗെറ്റ് സ്റ്റാർട്ടഡ് ഗൈഡ് ഉണ്ട്. സോ ഇവിടെ വന്നിട്ട് നമുക്കൊരു സ്നേക്ക് ഒരു പുതിയ ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തു. ദെൻ യു ക്യാൻ സേ main.rb. ദെൻ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ റൂബി 2D എന്നാണ് ഒരു പാക്കേജിൻ്റെ പേര്. സോ ദിസ് ഈസ് ബഞ്ച് ഓഫ് ഫങ്ഷൻസ്. അപ്പോൾ നിങ്ങൾ റൂബി 2D ഗിറ്റബ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഗിറ്റബ് കാണാൻ പറ്റും. അതായത് ഏതോ എഞ്ചിനീയർ ബിൽഡ് ചെയ്തതാണ്. ഐ തിങ്ക് യു ക്യാൻ ഈവൻ ഫൈൻഡ് ദ എഞ്ചിനീയേഴ്സ് നെയിം ഹിയർ. അപ്പോൾ ഈ ഒരു 23 എഞ്ചിനീയേഴ്സും കൂടിയാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്, റൂബി 2D. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഓക്കെ, ഈ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത് റൂബിയിലും സിയിലുമാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞാൽ റൂബി ഈസ് ബിൽഡ് ഓൺ C. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ ടു കോൺട്രിബ്യൂട്ട്. മേ ബി ലൈക്ക് യു ഹാവ് സം ഐഡിയാസ് ദാറ്റ് യു വാണ്ട് ടു ഇംപ്ലിമെൻറ്റ്. ഈ ഓപ്പൺ സോഴ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനൊക്കെ പറയില്ലേ, ദിസ് ഈസ് എ വോൾ തിങ്. സോ അപ്പോൾ ഇതിൻ്റെ കോഡ് കാണണമെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. അഗെയിൻ സെയിം റൂബി കോഡ് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
സോ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, ഇത്രയും കോഡ് അവർ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്ര എഴുതേണ്ടി വരില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ എഴുതിയ കോഡ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം അതിനെ ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ C ഒക്കെ യൂസ് ചെയ്ത ഒരു ഹാഷ് ഇൻക്ലൂഡ് കണ്ടില്ലേ, ആ സംഭവത്തിനാണ് ഇത്. ജസ്റ്റ് സിൻടാക്സ് വ്യത്യാസമുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരു ലാംഗ്വേജിൽ നിന്ന് വേറെ ലാംഗ്വേജിലോട്ട് പോകുമ്പോൾ സിൻടാക്സ് ഡിഫറൻസ് വരാം, ബട്ട് ഫണ്ടമെൻറ്റ്സ് വിൽ ബി സെയിം. അവിടെ ഇൻക്ലൂഡ് വെച്ചാണെങ്കിൽ ഇവിടെ റിക്വയർ ആയിരിക്കാം, ജാവാസ്ക്രിപ്റ്റ് പോയി കഴിഞ്ഞാൽ ഇമ്പോർട്ട് ആയിരിക്കാം. ഓക്കെ, സോ റിക്വയർ Ruby 2D. ദെൻ ഇവിടെ ഇപ്പോൾ ഇതെല്ലാം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഷോ എന്ന് പറയുന്ന ഒരു സംഭവം കാണാൻ പറ്റും, ഷോ ദ വിൻഡോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഷോ കൊടുത്തിട്ട് റൺ ചെയ്യാൻ നോക്കിയാൽ ruby main.rb നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആവണം കാണാൻ പറ്റും. സോ അൾട്ടിമേറ്റ്ലി എവരി ഗെയിം ഈസ് ജസ്റ്റ് എ വിൻഡോ വെയർ യു ക്യാൻ മാനിപ്പുലേറ്റ് ദ പിക്സൽ. നമുക്ക് അതിനകത്ത് എന്ത് കണ്ടൻറ്റ് വേണം, എന്ത് വിൻഡോ സൈസ് ആയിരിക്കണം എന്നുള്ള സംഭവം, അതാണ് ഫണ്ടമെൻ്റൽ. ഏത് ഗെയിം എഞ്ചിൻ എടുത്താലും ഏത് ഗെയിമിൻ്റെ ഒരു ലൈബ്രറി എടുത്താലും. ഓക്കെ, സോ അപ്പോൾ ഞാനിങ്ങനെ ചെയ്യാറ്. ഓക്കെ, അതായത് ഒരു സംഭവം എടുക്കുന്നു, എന്താണോ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് സൈറ്റ് എടുക്കുന്നു, അത് ജസ്റ്റ് ഫോളോ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ, ഓക്കെ റാൻഡം ഒരു വിൻഡോ ഷോ ആയി, ഇതിന് വിഡ്ത്തും ഹൈറ്റും എങ്ങനെ സെറ്റ് ചെയ്യും? അപ്പോൾ അതിങ്ങനെയാണ്. സെറ്റ് വിഡ്ത്ത് എത്രയാണോ പിക്സൽ വാല്യൂ, ഹൈറ്റ് എത്രയാണെന്ന് വെച്ചാൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും. സോ ലെറ്റ്സ് സെറ്റ്. ഇപ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള പാക്കേജസ് എടുക്കുമ്പോൾ എനിക്ക് എല്ലാം അറിയണമെന്നില്ല, പലതും പുതിയതായിരിക്കും. പക്ഷേ നമ്മൾ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട് മേക്കിംഗ് സെൻസ്. ഓക്കെ, ഇതാണല്ലോ ഇവിടെ ചെയ്തത്, അല്ലെങ്കിൽ ഇതാണല്ലോ അപ്പുറത്ത് ചെയ്തത് എന്നുള്ള ആ ഒരു ഇത് വരാൻ തുടങ്ങും. സോ 600 ഇപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ മനസ്സിലാവും, ഈ ലാംഗ്വേജിന് മറ്റേ കുത്തും കോമയും അൺനെസസറി കേർലി പ്ലേസസും ബ്രാക്കറ്റും പരിപാടിയൊന്നുമില്ല. സോ ഇറ്റ്സ് എ ക്യൂട്ട് ലാംഗ്വേജ്. സോ ഇനിയിപ്പോൾ നമ്മൾ സേവ് ചെയ്താൽ ഇത് 600x600 പിക്സലിൻ്റെ ഒരു വിൻഡോ നമുക്ക് കിട്ടി. ദെൻ വി ആർ ലൈക്ക് ഇതിൻ്റെ കളറ് മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും? സോ ഐ തിങ്ക് ദർ ഈസ് എ വേ. ഇപ്പോൾ വിൻഡോയിൽ വന്നു കഴിഞ്ഞാൽ ആ ഡോക്യുമെൻറ്റേഷനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഒരു ടൈറ്റിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈറ്റിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ടൈറ്റിൽ സെറ്റ് ചെയ്യുന്നത് ടൈറ്റിൽ, ദെൻ യു ആർ ഗിവിങ് യുവർ string, so snake. Okay, so ഇതിപ്പോൾ ഞാൻ കോഡ് ചെയ്യുന്നത് നിയോവിം എന്ന് പറയുന്ന ഒരു എഡിറ്ററിലാണ്, ബട്ട് യു ക്യാൻ ഓൾസോ യൂസ് VS കോഡ്. അപ്പോൾ അത് വന്ന് പറഞ്ഞു പോയിരുന്നു, യു ക്യാൻ ലൈക്ക് ഗെറ്റ് ഔട്ട് ഓഫ് നോട്ട് പാഡ്, ഗെറ്റ് ഇൻ ടു VS കോഡ്, അല്ലെങ്കിൽ ദർ ഈസ് എ എഡിറ്റർ കോൾഡ് സെഡ് എഡിറ്റർ. സോ സെഡ് യൂസ് ചെയ്യാം. ദെൻ യു ഹാവ് Neovim. Neovim is actually a terminal based editor. So അതിന് മറ്റേ ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് ഒന്നുമില്ല, ഇറ്റ്സ് റൺസ് ഡയറക്ട്ലി ഇൻസൈഡ് ദ ടെർമിനൽ. സോ യാ, സോ ഇവിടെ നെയിം കാണാൻ പറ്റും. ദെൻ ഐ എം ലൈക്ക് ഓക്കെ, വാട്ട് നെക്സ്റ്റ്? ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ വായിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, ദ ബാക്ക്ഗ്രൗണ്ട് ആൺ ഡിഫോൾട്ട്, സോ ലെറ്റ്സ് ചേഞ്ച് ദാറ്റ്. So background, then let's say red. So ഇവിടെ നമുക്ക് റെഡ് കാണാൻ പറ്റും. Then you are like okay, അത് കൊടുത്തു, what if you give some hex value? So cool is color. So if I come here, then അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞാൽ ക്യാൻ ബി പുട്ട് ഇറ്റ്. സോ എന്താ പറയുക, ബോൾ ഐഡിയ ഈസ് ദാറ്റ് യു ജസ്റ്റ് പ്ലേ അറൗണ്ട്, ജസ്റ്റ് ട്രൈ തിങ്സ് ഔട്ട്. ഇത് വർക്കാവുമെന്ന് എനിക്കറിയില്ല, മേ ബി ടു വർക്ക്. സോ യാ, ഇറ്റ് വർക്ക്സ്. സെയിം കളർ അല്ലേ, സെയിം കളറാണ്. സോ മേ ബി ഇഫ് യു ഗോ ഫോർ സം ചാർക്കോൾ ഓർ സം ചാർക്കോൾ ബ്ലൂ. സോ ഇത് കളേഴ്സിൻ്റെ ഹെക്സ് റിപ്രസെൻറ്റേഷനാണ്. സോ സെയിം തിങ് ഇതും വർക്ക് ചെയ്യണം. യാ, സോ വി ഗെറ്റ് ദ ചാർക്കോൾ ബ്ലൂ കളർ ഇൻ ഹിയർ.
then the question is, അടുത്തത് നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയിപ്പോൾ ഒരു ഗെയിം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയേണ്ടതൊക്കെ ഷേപ്സ്, അവിടെ എങ്ങനെ നമുക്ക് ഷേപ്പും കാര്യങ്ങളും കാണിക്കാൻ പറ്റും. ലൈക്ക് മെയിൻലി സോ എവറി ഗെയിം ആസ് എ ലൂപ്പ്, റൈറ്റ്? സോ 60 frames per second നമ്മുടെ ഇത് റീഫ്രഷ് ആയിക്കൊണ്ടിരിക്കും വിൻഡോ. ദാറ്റ്സ് ഹൗ എ ഗെയിം ഹാപ്പൻസ്. സോ അതിൻ്റെ ഗെയിം ലൂപ്പാണ് ഈ കാണുന്ന അപ്ഡേറ്റ് ലൂപ്പ് എന്ന് പറഞ്ഞ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദിസ് ഇസ് ജസ്റ്റ് ഫോർ ലൂപ്പ്. നമ്മളിപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ കണ്ട സെയിം ലൂപ്പ് തന്നെയാണ് റൂബിയിൽ. അത് അവർ ഈ ഒരു ഗെയിം ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു അപ്ഡേറ്റ് ഡൂ എന്ന് പറയുന്ന ഇതിൽ കൊടുത്തതേ ഉള്ളൂ. സോ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ, അപ്ഡേറ്റ് ഡൂ എൻഡ് then let's say hello world. സോ ഇപ്പോൾ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, once I run it, every 60 seconds you can see the text being printed. Okay, so whatever you put inside this update do, it gets run again and again and again. So 60 frames per second. So all your game logic, like draw something, draw a sprite, everything happens here. So ഇത് എഡിറ്റ് അടിക്കാം. Yes. Yes. So എങ്ങനെ വിൻഡോ ക്ലോസ് ചെയ്യാം, all those things are here. Then we are like, okay, what next? ബേസിക് ഷേപ്സ് പഠിക്കാം. സോ അൾട്ടിമേറ്റ്ലി ഗെയിംസ് ആർ മെയ്ഡ് ഓഫ് ഷേപ്പ്. സോ ദിസ് ഇസ് സംതിങ്, ഇത് ഗെയിം ഡെവലപ്മെൻറ്റ് റിലേറ്റഡ് ആണ്. ലൈക്ക് ഇഫ് യു ആർ ഇൻ ഗെയിം ഡെവലപ്മെൻറ്റ് യു വുഡ് നോ ദിസ്. സോ നമ്മൾ നോർമലി കാണുന്ന ഇത് കാണാറുണ്ട്. നമ്മുടെ ഗ്രാഫൊക്കെ നമ്മൾ പഠിച്ചപ്പോൾ വി ഹാവ് ലേൺഡ് ഇറ്റ് ലൈക്ക് ദിസ്. ഇവിടെ 0 എക്സ് ആക്സിസ് വൈ ആക്സിസ് എന്നുള്ള കോൺസെപ്റ്റാണ്. സെയിം തിങ് ഹാപ്പൻസ് ഹിയർ, ബട്ട് ദ ഡിഫറൻസ് ഈസ് ദാറ്റ് വെർ ദ ഗെയിം ഈസ് സ്റ്റാർട്ടിങ്, അവിടെ അത് ആക്ച്വലി എന്താ പറയുക 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. സോ ഇറ്റ് സ്റ്റാർട്ട് സംതിങ് ലൈക്ക് ദിസ്. സോ ഇറ്റ് ഈസ് ലൈക്ക് ദിസ്, ആൻഡ് ദിസ് ഈസ് യുവർ എക്സ് ആക്സിസ്, ആൻഡ് ഇറ്റ് ഈസ് 0 ഹിയർ. Then this is your y axis and this is 0 here. So താഴത്തോട്ട് വരുന്തോറും y axis is increasing in number. So this will be like 100, and റൈറ്റിലോട്ട് പോകുമ്പോൾ this will be like maybe 200. This is the whole concept. So that's what is being talked in here. Coordinate system ഇങ്ങനെയാണെന്നുള്ള. And സോ ആഡിങ് റിമൂവിങ് ഒബ്ജക്ട്സ്. നമുക്ക് ഒബ്ജക്ട്സിൽ ഇപ്പോൾ ഇവർ തന്നെ ക്രിയേറ്റ് ചെയ്ത കുറച്ച് ഷേപ്സ് ഉണ്ട്. സ്ക്വയർ ഉണ്ട്, റെക്റ്റാങ്കിൾ ഉണ്ട്, അങ്ങനെ കുറച്ച് ഷേപ്സ് ഉണ്ട്. സോ ലെറ്റ്സ് ട്രൈ വിത്ത് സോ ലെറ്റ്സ് സേ ഇറ്റ്സ് ഈക്വൽ ടു, സോ യു ക്യാൻ ഓൾസോ ഡു ലൈക്ക് ദിസ്, സ്ക്വയർ ഡോട്ട് ന്യൂ, ആൻഡ് square dot new doesn't take, yeah. So let's say we can just do square dot new also, and what happens, yeah, so we can see it coming up here. അപ്പോൾ what happened here is that by default അത് ആ 0 പോയിന്റിലാണ് വരിക. കാരണം we have not mentioned a place for it, like എവിടെ പ്ലേസ് ആവണം നമ്മൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ 0 അത് ഇനീഷ്യലൈസ് ആവും. പക്ഷേ what we can do is that we can change the coordinates of it. So yes, so സ്ക്വയർ ഡോട്ട് ന്യൂ വിളിച്ചിട്ട് നമ്മൾ റാൻഡമായിട്ട് 0 വന്നു. ഒപ്പം തന്നെ നമുക്ക് അവിടെ എക്സ് എവിടെ ഇരിക്കണം, എക്സിൻ്റെ പൊസിഷൻ എവിടെ ഇരിക്കണം, വൈയുടെ പൊസിഷൻ, അതേപോലെ തന്നെ സൈസ്, സ്ക്വയർ ആയതുകൊണ്ട് സൈസ് എത്രയായിരിക്കണം, കളർ എത്രയായിരിക്കണം, അതൊക്കെ നമുക്ക് പറയാൻ പറ്റും. അഗെയിൻ ദീസ് ഇൻഫർമേഷൻ ഓൺലി യു ക്യാൻ ഓൺലി ഫിഗർ ഇറ്റ് ഔട്ട് ഇഫ് യു ഗോ ടു ദ ഡോക്യുമെൻറ്റേഷൻ. ആൻഡ് സോ ഇവിടെ ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റും മേ ബി 500. സോ 0 is here, 500 will be somewhere here. അതായത് നമ്മുടെ വിൻഡോ സൈസ് 600 ആണ്. സോ ദിസ് വിൽ ബി സംവെയർ ഹിയർ. ദെൻ വി ഹാവ് വൈ. വൈ ക്യാൻ ബി സംവെയർ മേ ബി 400 or 300 something. So let's say 300. Then we can give size. How much should I think we can leave it out, not an issue. Let's see if it errors out or if it runs. So
Yeah, നേരത്തെ പറഞ്ഞു. So actually yeah, so what happened here is that it started here. So 00 എന്ന് തുടങ്ങിയ സംഭവം നമുക്കിവിടെ 500 തുടങ്ങി. So this is a 500 and so this shows that size is 100. So maybe size നമുക്ക് കൊടുക്കാം ഒരു 50 കൊടുത്താൽ, and we restart it. Yeah, so size was 100 by default. So ഇതിപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് എക്സ് ആക്സിസിൽ 500-ലാണ്, വൈയിൽ അറൗണ്ട് 300-ലാണ് ഇത് ഷോയിങ് അപ്പ്. ആൻഡ് വി ക്യാൻ ഗിവ് കളർ. സോ നേരത്തെ കണ്ട സൈറ്റിൽ കയറിയാൽ, so let's say maybe this color. So color and yeah, so color mari. So basically you can put shapes like this and you can change. Maybe you can put a rectangle also. So rectangle dot new, and rectangle has something else. So rectangle will be, I think there is an option for rectangle. Yes, so rectangle will be taking x. Again where to position it, then you can say 500, then I think it will have height. So shapes. So ഷേപ്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കണ്ട പോലെ കാണാൻ പറ്റും. സോ വി ഹാവ് റെക്ടാങ്കിൾ എക്സും വൈയും വേണം. We need width and height because it's an rectangle. So let's say width is 250, then height is 150. Then again color you can give. So just pick a new color from here. Okay. Yes. Okay. So now if we run again, എന്തോ അടിച്ചാൽ എന്തോ സാധനം ക്ലോസ് ചെയ്യാൻ മറന്നു. സോ റെക്ടാങ്കിൾ, യാ. സോ ഇത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാനിവിടെ കളറിന് ഇവിടെ ഹെക്സ് കോഡാണല്ലോ, അപ്പോൾ ഹാഷ് സൈൻ കൊടുത്താലാണത് റൺ ആവുള്ളൂ, അതർവൈസ് ഇറ്റ് വിൽ എറർ ആവും. സോ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു റെക്ടാങ്കിൾ ക്രിയേറ്റ് ആയി, അതിൻ്റെ ഒരു വിഡ്ത്തും ഹൈറ്റും സെറ്റ് ചെയ്യാൻ പറ്റി. മേ ബി ഒരു ചെറിയ ഇതാക്കാൻ പറ്റും. So width we can say maybe 100 and height is 150, or we can say height is 60. Okay, so ഇങ്ങനെ കാണാൻ പറ്റും. And position again, what if it was above നമ്മുടെ what if it was here 500 and this was 300. Okay, ഇതിപ്പോൾ സെയിം കളർ. യാ, സോ ഐ തിങ്ക് റെക്ടാങ്കിൾ ഓൺ ടോപ്പ്. അപ്പോൾ വി ഹാവ് അനദർ ഓപ്ഷൻ ഫോർ ഇസഡ്. സോ ഇസഡ് ഈസ് ആക്ച്വലി ഡെപ്ത്. സോ യു ഹാവ് യുവർ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്, ദെൻ യു ഹാവ് ഡെപ്ത്. സോ നമുക്കിപ്പോൾ അതിങ്ങനെ ബെറ്റർ കളർ എടുക്കാം, കുറച്ചും കൂടി ഡിഫറൻസ് ഉള്ള ലാവൻഡർ. ഓക്കെ, സോ നൗ വി ക്യാൻ ക്ലിയർലി സീ ദാറ്റ് നമ്മുടെ റെക്റ്റാങ്കിൾ ആണ് ടോപ്പിൽ, സ്ക്വയർ അല്ല. കാരണം സ്ക്വയർ നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തു, then we put the rectangle, so it's like rectangle is on top, but what if we wanted the square to be on top? So ഇവിടെ വന്നിട്ട് നമുക്ക് z എന്ന് പറയുന്ന ആ ഒരു പാരാമീറ്റർ കൊടുക്കാം, ഡെപ്ത്. സോ z ഒരു ലാർജ് നമ്പർ കൊടുത്താൽ മതി. ബൈ ഡിഫോൾട്ട് ഐ തിങ്ക് ഇറ്റ് വിൽ ബി 0. സോ യാ, സോ നൗ വി ക്യാൻ സീ ഹൗ ദ റെക്റ്റാങ്കിൾ സ്ക്വയർ ഈസ് എബവ് ദ റെക്റ്റാങ്കിൾ. സോ നമുക്ക് സ്പ്രൈറ്റ് ഇല്ലാതെ തന്നെ ഷേപ്സ് യൂസ് ചെയ്ത് നമുക്ക് ഇങ്ങനെ തന്നെ നമുക്കിപ്പോൾ ഒരു സർക്കിൾ ആഡ് ചെയ്തിട്ട് ഒരു 2 കണ്ണ് കൊടുത്തിട്ട് വി ക്യാൻ ക്രിയേറ്റ് ഗെയിം ക്യാരക്ടേഴ്സ് ലൈക്ക് ദിസ് ഓൾസോ. ഓക്കെ, സോ then we have, okay, so that's the shapes. Pinna quadrilateral and rectangle, circle. I think we also have circles.
ലൈൻസ് ഉണ്ട്. സോ ലെറ്റ്സ് ട്രൈ ലൈൻ. ആൻഡ് ദ പൊസിഷൻ, സോ ലൈനിന് നമുക്ക് കുറച്ചും കൂടി പാരാമീറ്റേഴ്സ് ഉണ്ട്. അഗെയിൻ ഇറ്റ്സ് ഓൾ അബൌട്ട് ട്രൈങ് ഔട്ട്. സോ ദിസ് ഹൗ ലൈൻ കംസ്, മേ ബി വെർ ടു സ്റ്റാർട്ട്, വെർ ടു എൻഡ്, x1 x2 y1 y2 ആ ഒരു segments. Then we have circle, same concept. We have radius. Again almost everything is same, like depends on the item it's changing. So circle ആണെങ്കിൽ again everything needs an x and y. Then z is optional. It's about if you, how much layering ചെയ്യുമ്പോഴാണ് നമുക്ക് ഏത് മേളിൽ കാണണം. So larger the number it will show on top. Then ഇവിടെ വേറൊരു സംഭവമുള്ള സെക്ടേഴ്സ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. സോ നമുക്ക് അത് റൺ ചെയ്യാം. സോ സോ മേ ബി ലൈൻ റിമൂവ് ചെയ്യാം. യെസ്. സോ സർക്കിൾ ഈസ് ആക്ച്വലി ബിൽഡ് ബൈ ഹാവിങ് ട്രയാങ്കിൾസ്. സോ ഇപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഒരു സർക്കിൾ, ഇങ്ങനെ ഒരു സർക്കിൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി ആക്ച്വലി വാട്ട് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദ സീൻസ് ഈസ് ദാറ്റ് ഇറ്റ് ഈസ് ആക്ച്വലി ക്രിയേറ്റിംഗ് ട്രയാങ്കിൾസ്. സോ ഇങ്ങനെ ട്രയാങ്കിൾസ് ഡ്രോ ചെയ്തിട്ടാണ് ഈ ഒരു ഇതിലോട്ട് ഒരു സർക്കിൾ ബിൽഡ് ചെയ്യുന്നത്. സോ ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്തു അങ്ങനെ പോയി ഇറ്റ് ഇവഞ്ച്വലി ബിക്കംസ് എ ദിസ് തിങ് സർക്കിൾ. സോ എത്ര റെസൊല്യൂഷൻ വേണം, അല്ലെങ്കിൽ ഹൗ സ്മൂത്ത് ദ സർക്കിൾ ഷുഡ് ലുക്ക്, ദാറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ഹൗ മച്ച് ട്രയാങ്കിൾ യു ഹാവ്. സോ ഇവിടെ ഇപ്പോൾ നമ്മളൊരു 16 കൊടുത്താൽ ദെൻ സർക്കിളിൻ്റെ സ്മൂത്ത്നെസ് കുറഞ്ഞു. ഓക്കെ, സോ ഇഫ് വി സേ 8 and if we cancel this out, run it again, ഇത് കണ്ടോ. അപ്പോൾ ഇഫ് യു നീഡ് ദ സ്മൂത്തസ്റ്റ് സർക്കിൾ യു വിൽ ഹാവ് ടു ബംപ് ദ നമ്പർ അപ്പ്. അതായത് എത്ര ട്രയാങ്കിൾ കൂടിയാണ് ആ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുന്നത്, ആ നമ്പർ ഇൻക്രീസ് ചെയ്യേണ്ടി വരും. പക്ഷേ അവിടെ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു ലിമിറ്റ് കൂടുതൽ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഗെയിം സ്ലോ ആയ, അല്ലെങ്കിൽ വാട്ട് എവർ വേർ ഇറ്റ് ഇസ് റണ്ണിങ്, ലാപ്ടോപ്പോ സംതിങ് PC, ആ സിസ്റ്റം സ്ലോ ആകാൻ തുടങ്ങും. കാരണം അത്രമാത്രം റൺ ചെയ്യണമല്ലോ. മാത്രമല്ല ഇത് ഓരോ ഫ്രെയിമിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കണമല്ലോ. സോ അത്രമാത്രം റീഡ്രോ ചെയ്യുമ്പോൾ ഇറ്റ് ക്യാൻ സ്ലോ യുവർ സിസ്റ്റം ഡൗൺ. സോ ഇറ്റ് ഹാസ് ടു ബി ഡിസൈഡഡ് ബേസ്ഡ് ഓൺ ദാറ്റ്. യെസ്. സോ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വി ഹാവ് ഇമേജസ്. സോ ഇമേജസ് എങ്ങനെ കാണിക്കാം എന്നുള്ള കോൺസെപ്റ്റാണ്. നേരത്തെ പറഞ്ഞ പോലെ അൾട്ടിമേറ്റ്ലി ഷേപ്പ് പോലെ തന്നെയുള്ളത്. ദർ ഇസ് നോ മച്ച് ഡിഫറൻസ്. ഉള്ളി തിങ്ക് സാർ ഇവിടെ നമുക്ക് ഫയൽ നെയിം കൊടുക്കേണ്ടി വരും, ഏത് ഫയലാണ് നമ്മൾ ഡീൽ ചെയ്യാനെന്നുള്ളത്. ഒപ്പം കളറും കാര്യങ്ങളും നമുക്ക് ഒരു ടിൻറ്റും കാര്യങ്ങളും കൊടുക്കണമെങ്കിൽ കൊടുക്കാൻ പറ്റും, റൊട്ടേഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഇപ്പോൾ VS Code ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻ ജസ്റ്റ് സെൻഡ് മേ ബി പുട്ട് ദിസ് ഇമേജ്. Okay, so image-ന്റെ കേസിൽ image.new, then first item will be the asset name. So it is ship.png, but if we don't give other things, RDQ. Oh, error അടിച്ചില്ല, it places in a random place. Okay, so let's say we want it in the same place as circle. So x 200, y 175, then we can say width height സെറ്റ് ചെയ്യണം. അത് സെറ്റ് ചെയ്യാൻ കുഴപ്പമില്ല. അത് തന്നെയാണ്. യെസ്, ഇത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ നേരത്തെ പറഞ്ഞാൽ ഇപ്പോഴാണ് നമ്മൾ ഓക്കെ, നമുക്ക് മേ ബി ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഈ ഒരു കളർ വേണം. ദെൻ യു ആർ ലൈക്ക് ഓക്കെ ഐ വാണ്ട് ദ ഷിപ്പ് ടു ബി ഓൺ ഫ്രണ്ട്. സോ അവിടെയാണ് നേരത്തെ കണ്ട നമ്മുടെ Z എന്ന് പറയുന്ന പാരാമീറ്റർ, അല്ലെങ്കിൽ ആ ഒരു ഡെപ്ത്ത് കോൺസെപ്റ്റ് വരുന്നത്. അവിടെ ഒരു നമ്പർ കൊടുത്താൽ നമുക്ക് we should eventually see the ship on top of that. Yes, so let's say maybe ഒരു ബ്ലൂ കളർ പിടിച്ചാൽ
സോ സർക്കിളിൻ്റെ അവിടെ കളർ മാറ്റി ഇത് കൊടുത്ത് നോക്കാം. യെസ്. സോ എന്താ പറയുക, ദിസ് ഇസ് യു ഗെറ്റ് എൻ ഐഡിയ. ദിസ് ഇസ് വി ബിൽഡ് ഗെയിംസ്. അതായത് വി ആർ ജസ്റ്റ് ഡ്രോയിങ് സ്റ്റഫ് ആൻഡ് മേ ബി മൂവ്മെൻറ്റ് ആഡ് ചെയ്യും. ദിസ് ഈസ് ജസ്റ്റ് സ്പ്രൈറ്റ്. സോ യു ആർ ലൈക്ക് ഓക്കെ എനിക്ക് റൈറ്റ് പോകണം, ലെഫ്റ്റ് പോകണം, ഗോ അപ്പ്, ഓൾ ദോസ് തിങ്സ്. സോ മൂവ്മെൻറ്റ്, ലെറ്റ്സ് കം ടു മൂവ്മെൻറ്റ്. സോ നമ്മൾ ഷേപ്സ് കൊണ്ടു ഇങ്ങനെയാണ് ഷേപ്സ് വെച്ച് യു ക്യാൻ ക്രിയേറ്റ് ഒരു ക്യാരക്ടർ. ദെൻ യു ലൈക്ക് ഓക്കെ എനിക്ക് ഇമേജ് സ്പ്രൈറ്റ് ഉണ്ട്, ഐ ഹാവ് മൈ ഓൺ ഗെയിം സ്പ്രൈറ്റ്സ് വിച്ച് ഐ വാണ്ട് ടു യൂസ്. അപ്പോൾ അതെങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം, ഈസ് ഹൗ യു ഡു ദാറ്റ്. മേ ബി റൊട്ടേറ്റ് ദ ഷിപ്പ്. സോ ഇപ്പോൾ ഷിപ്പ് ഈസ് ലുക്കിംഗ് ഡൗൺവേർഡ്, വി വാണ്ട് ടു ലുക്ക് ഇറ്റ് ടു ദ നോർത്ത്. സോ റൊട്ടേറ്റ് 180. യെസ്, ഷിപ്പിൻ്റെ ഡയറക്ഷൻ മാറി. Then we are like, but we also have other sprites also. So this is the proper sprite. So when we are playing a game, we can see the player standing, then the player is ducking down, or you know, like the different animation, jumping animation, all those things. So those are actually different images put together. So അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. Again, this is something not I have done before. So coin. Okay, so let's say coin.png. ഓക്കെ. സോ ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ് ജസ്റ്റ് കുറച്ച് എന്താ പറയുക, കുറച്ചൊന്ന് പ്രൊഫഷണൽ ആകാൻ വേണ്ടി മേ ബി വി ക്യാൻ ക്രിയേറ്റ് എ ന്യൂ ഫോൾഡർ കോൾഡ് അസെറ്റ്സ് ആൻഡ് മേ ബി മൂവ് ദ കോയിൻ ടു അസെറ്റ്സ് ഫോൾഡർ. സോ അസെറ്റ്സ്, then move the ship.png also to assets, and so now we have a cleaner folder structure. അതായത് മെയിൻ ഫോൾഡറിൽ main.rb കാണാൻ പറ്റും. then you have your assets inside the folders. okay, so yes, then we can look at the sprite. സോ ഇമേജസിൻ്റെ കേസിൽ വളരെ സിമ്പിളാണ്. വി ഓൺലി ഹാവ് ദാറ്റ് ഇമേജ് PNG ഫയൽ. ബട്ട് സ്പ്രൈറ്റ് എന്ന് പറയുമ്പോൾ വി ഹാവ് ഡിഫറെൻറ്റ് അനിമേഷൻസ്. സോ ഈച്ച് ഫ്രെയിം ഈസ് 84 പിക്സൽ വൈഡ്. സോ ദിസ് ഈസ് 84 പിക്സൽസ്, ദിസ് ഈസ് 84 പിക്സൽ, ദിസ് ഈസ് 84 പിക്സൽ, and so this is actually a rotating coin. So let's see. So image അല്ല, ആക്ച്വലി ദിസ് യൂസസ് സ്പ്രൈറ്റ്. സോ ഇമേജസിന് സെപ്പറേറ്റും ഈ സ്പ്രൈറ്റ്സ്, ഈ ഒരു മൾട്ടിപ്പിൾ സ്റ്റേറ്റ് ഉണ്ടല്ലോ ഇമേജിൻ്റെ, അത് ഹാൻഡിൽ ചെയ്യാനുള്ള സമയത്ത് നമ്മൾ സ്പ്രൈറ്റ് യൂസ് ചെയ്യുക. സോ ഇഫ് യു ആർ ബിൽഡിങ് സംതിങ് ലൈക്ക് പോക്കിമോൺ ഗെയിമൊക്കെ ബിൽഡ് ചെയ്യുമ്പോൾ യു വിൽ ഹാവ് ദ അനിമേഷൻ ഓഫ് ദ പോക്കിമോൺ, ആ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. സോ ദാറ്റ് അഗെയിൻ ക്യാൻ ബി, അതിന് നമുക്ക് ഇമേജ് യൂസ് ചെയ്തിട്ട് കാര്യമില്ല, അതിന് സ്പ്രൈറ്റ് ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി. സോ സ്പ്രൈറ്റ് ന്യൂ ആൻഡ് നമ്മുടെ അസറ്റിൻ്റെ പേര്, സോ ഇറ്റ്സ് ഇൻസൈഡ് അസറ്റ്സ് ഫോൾഡർ ആൻഡ് ദിസ് ഈസ് coin.png. then we have, okay, നമുക്ക് വെറുതെ റൺ ചെയ്ത് നോക്കാം. വാട്ട് ഹാപ്പൻസ് ഇഫ് യു ജസ്റ്റ് ഡോണ്ട് ഗീവ് എനിത്തിങ് ആൻഡ് യു റൺ ഇറ്റ്. സോ നമുക്ക് എറർ അടിച്ചു, കനോട്ട് ഫൈൻഡ് ഇമേജ് ഷിപ്പ്.png. വേറെ എറർ, നേരത്തെ നമ്മളിവിടെ ഫയലിനെ വേറെ സ്ഥലത്ത് ലൊക്കേഷനിൽ ഇട്ടുകൊണ്ടുള്ള എറർ. സോ യെസ്, സോ ഇപ്പോൾ നമുക്ക് ഫുൾ ഇമേജ് അവിടെ ലോഡായത് കാണാൻ പറ്റും. മേ ബി വി ക്യാൻ ജസ്റ്റ് കമൻറ്റ് ദിസ് ഡൗൺ. സോ okay, so now we can see that ആ മൊത്തം
ആ കോയിൻ്റെ ഇമേജ് എന്താണോ ഇമേജ് അങ്ങനെ തന്നെ വന്നു. പക്ഷെ നമുക്കതല്ല വേണ്ട, നമുക്ക് വി വാണ്ട് ഓൺലി ദ ഒരു സ്റ്റേറ്റ്, അല്ലെങ്കിൽ ഇതിപ്പോൾ ഫ്രെയിം 1, ഫ്രെയിം 2, ഫ്രെയിം 3, ഫ്രെയിം 4 ആണെങ്കിൽ നമുക്കൊരു ഫ്രെയിം കാണിക്കുക, then show the next frame, then show the next frame. So that's the whole concept. Even with any game, that's what happening. So അത് ചെയ്യാൻ വേണ്ടി we have clip width. ഇപ്പോൾ ക്ലിപ്പ് വിഡ്ത്ത് വന്നിരിക്കുന്നത് ആ ഒരു ഇത് 84 പിക്സൽ ആണെന്നുള്ള ആ ഒരു ഇതിൽ നിന്നാണ് നമുക്കറിയാം 84 പിക്സൽ ആണ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. മേ ബി വെൻ യു ആർ ഡിസൈനിങ് യു നോ ദാറ്റ്. അല്ലെങ്കിൽ സ്പ്രൈറ്റ് എടുക്കുമ്പോൾ സ്പ്രൈറ്റ് ഷീറ്റിൽ അവർ കൊടുത്തിട്ടുണ്ട്. സോ വി ക്യാൻ സേ കോയിൻ ക്ലിപ്പ് വിഡ്ത്ത്. ഇപ്പോൾ ക്ലിപ്പ് വിഡ്ത്ത് എന്ന് പറഞ്ഞതാണ് ക്ലിപ്പ് ചെയ്ത് നമുക്ക് ഏത് സെഗ്മെൻറ്റാണ് കാണിക്കേണ്ടത്, എത്രയാണ് അതിൻ്റെ സൈസ് കൊടുക്കേണ്ടതെന്നുള്ളത്. സോ ക്ലിപ്പ് വിഡ്ത്ത് 84, then time. So time is basically അടുത്ത ഫ്രെയിം അപ്പോൾ കാണിക്കണം. ദിസ് ഇസ് ലൈക്ക് അനിമേറ്റിംഗ്. സോ ഐ വാസ് ആക്ച്വലി ആർക്കൊക്കെ അൺലീഷ് അവതാർ ഈ ഗെയിം ആരെങ്കിലും കണ്ടായിരുന്നോ? ആ ഗെയിമിൻ്റെ ട്രെയിലർ അൺലീഷ് ദി അവതാർ. സോ ഇതിൻ്റെ ഫൗണ്ടർ വരുൺ മയ്യ പറയുന്നുണ്ട്, ലൈക്ക് ബേസിക്കലി ദേ ആർ ബിൽഡിങ് എ ഗെയിം, സോറി ബേസിക്കലി they are making a game, but they are eventually ended up making a movie. അല്ലെങ്കിൽ it's kind of like a movie, you are telling a story with your game, right? So if you Varun Maya, this is the guy behind the game studio. He has multiple stuff going on, and പുള്ളിയുടെ ഇൻ്റർവ്യൂവിൽ കുറേ പുള്ളി പറയുന്നുണ്ട്, ലൈക്ക് പുള്ളിയുടെ കുറേ തിയറിയും കാര്യങ്ങളും, ഹൗ ദേ ആർ ബ്രിങ്ങിങ് ബോളിവുഡ് ടു ദ ഗെയിമിംഗ് ഇൻഡസ്ട്രി ആൻഡ് ഹൗ പീപ്പിൾ ആർ ലൈക്കിങ് ഇറ്റ്. സോ സോ നമുക്ക് അനിമേഷൻ, ലൈക്ക് ഇഫ് യു ആർ ഇൻ ടു അനിമേഷൻ 3D സെയിം കഥകൾ തന്നെ ഈസ് വാട്ട് ഹാപ്പനിങ്. യു ആർ ജസ്റ്റ് ഷോയിങ് എ ഫ്രെയിം. സോ ലെറ്റ്സ് സേ എവറി 300 ഫ്രെയിം റേറ്റിൽ നമുക്ക് കാണിക്കുക എന്നുള്ളതാണെങ്കിൽ, ആൻഡ് യു ഹാവ് ടു സേ ലൈക്ക് ലൂപ്പ് ട്രൂ ആണോ ഇല്ലയെന്ന്. വാട്ട് ഇഫ് യു ഡോണ്ട് ഗീവ് ദാറ്റ് ലൂപ്പ് ട്രൂ വാല്യൂ? ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻ. സോ ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യണം കേട്ടോ. ദിസ് ഇസ് നോട്ട് മൈ യൂസ് ടു ലൈക്ക്. സോ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. സോ what happened? Nothing happened. So what if you say loop true? ഒന്നും സംഭവിച്ചില്ല, കാരണം ഇത് അനിമേഷൻ പ്ലേ ചെയ്യാൻ നമ്മൾ പറയണം. ദാറ്റ്സ് വെൻ ഇറ്റ് ഹാപ്പൻസ്. സോ ലിറ്ററലി ഇറ്റ്സ് ലൈക്ക് നമ്മളൊരു വീഡിയോ എടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് പ്ലേ ചെയ്യാൻ പറയുന്ന പോലെ തന്നെ. സോ വി ക്യാൻ സേ കോയിൻ ഡോട്ട് ഓക്കെ. സോ ഇതിപ്പോൾ നമ്മൾ വെറുതെ യു ആർ ജസ്റ്റ് റെൻഡറിങ് സ്റ്റഫ്. നമ്മൾ നേരെ സ്ക്വയർ കണ്ടു, ഇമേജ് കണ്ടു, സർക്കിൾ കണ്ടു, ദിസ് ഈസ് ഹൗ യു ഡു ദാറ്റ്. ബട്ട് യു ആർ ലൈക്ക് ഓക്കെ എനിക്കത് മാനിപ്പുലേറ്റ് ചെയ്യണം, ഐ ഷുഡ് ബി ഏബിൾ ടു കൺട്രോൾ സം തിങ്സ്, ദെൻ യു ഹാവ് ടു സെറ്റ് ഇറ്റ് ഇൻ ടു എ വേരിയബിൾ. സോ നമ്മൾ കോളേജിലൊക്കെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോൾ യു ആർ ലേണിംഗ് അബൌട്ട് വേരിയബിൾസ്, ലൂപ്പ്, അത് ഇതൊക്കെ പഠിക്കുന്നുണ്ടല്ലോ. സോ ദിസ് ഈസ് വെയർ ദീസ് തിങ്സ് ഗെറ്റ് അപ്ലൈഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു കോയിൻ എന്ന് പറഞ്ഞ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. സോ റൂബിയിൽ ഇങ്ങനെയാണ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. യു ഡോണ്ട് ഹാവ് ടു പുട്ട് എ ടൈപ്പ് ഓർ എനിത്തിങ്, ഐ ജസ്റ്റ് റൺ ഇറ്റ് ലൈക്ക് ദിസ്. ദെൻ you are saying okay coin dot play. Now what happens? So now you can see it doing its animation. ആ സ്പ്രൈറ്റ് ഷീറ്റിൽ എന്തായിരുന്നു ആനിമേഷൻ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ വാട്ട് ഇനി നമുക്ക് ലൂപ്പ് ട്രൂ മാറ്റി പോകാം. വാട്ട് ഹാപ്പൻസ് ദെൻ? സോ കമൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. മേ ബി യു വുഡ് ഹാവ് അണ്ടർസ്റ്റുഡ് ഇറ്റ് ബൈ. സോ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് റൺ. സോ ആ ഒരു സ്പ്രൈറ്റിൻ്റെ ആ ഒരു ഓൾ ഫ്രെയിം ഓടി ഇറ്റ് സ്റ്റോപ്സ്. സോ ഇഫ് യു വാണ്ട് ഇറ്റ് കീപ് റണ്ണിങ് യു ഹാവ് ടു സെറ്റ് ദ ലൂപ്പ് ട്രൂ. സോ നമുക്ക് ലൂപ്പ് ട്രൂ സെറ്റ് ചെയ്യാം. then what happens if you increase the time, or you have to decrease, I think. So every 300 milliseconds it is changing, but if we set it to like 50 milliseconds or 50 milliseconds, yeah, we can see it running fast. അപ്പോൾ ദാറ്റ്സ് അവർ കോൺസെപ്റ്റ്. മൊത്തം ഒരു സ്പ്രൈറ്റ് ഷീറ്റ് ഉണ്ടാകും. സ്പ്രൈറ്റ് ഷീറ്റിൽ നമുക്ക് ഫ്രെയിം 1 എവിടെ തീരുന്നു, ഫ്രെയിം 2 എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള ആ ക്ലിപ്പിംഗ് വിഡ്ത്ത് അറിയാൻ പറ്റണം. അതായിരിക്കും യു ക്യാൻ പുട്ട് ഇൻ ഫോട്ടോഷോപ്പ്. ജിമ്പിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ജസ്റ്റ് ഒരു ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ പിക്സൽ വിഡ്ത്ത് എത്രയെന്നുള്ളത്. ദെൻ യു ആർ ലൈക്ക് ഓക്കെ ഇത് സ്റ്റാർട്ട് ചെയ്യണം അനിമേഷൻ.
So you have the dot play stuff. Then you're like, okay, loop ചെയ്യണോ just stop after first rendering. So loop true കൊടുത്താൽ it starts looping. Then you're like, okay, എനിക്ക് animation speed control ചെയ്യാൻ പറ്റണം. So that you can do here. So coin dot 50 അല്ലെങ്കിൽ 300 കൊടുത്തു കഴിഞ്ഞാൽ it goes back to the same thing. Okay, so but if you're like what if you are to control it? So yeah, so ഇവിടെ നമുക്ക് വേറൊരു എക്സാമ്പിൾ അവർ കാണിക്കുന്നുണ്ട്, ലൈക്ക് an explosion. So yeah, so ഇത് എന്തുകൊണ്ട് ലൈക്ക് why you need that loop ചിലപ്പോൾ ഓഫ് ചെയ്ത് വെക്കേണ്ട സ്ഥലങ്ങളുണ്ടാവാം. So this is an example. Maybe we can try this one also. So if I save the image, then okay, so ഇത് ട്രൈ ചെയ്ത് നോക്കാം. So let's say boom equal to sprite dot new, then we need to give the file name, that is boom dot png. Then let's so മൊത്തം ഫ്രെയിം അവിടെ കാണാൻ പറ്റും. So let's do what we did with the coin. So clip width, I think this clip width will be different. So ഇവിടെ clip width 127 ആണ്. നേരത്തെ പറഞ്ഞാൽ it depends on how the person who designed it. So time, how fast it should happen. So 75 milliseconds. Now if we run, it won't run കാരണം നമ്മൾ boom dot play പറഞ്ഞിട്ടില്ല. So which is not, സോ ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ, ദർ ഇസ് എ ഇൻവിസിബിൾ ഫ്രെയിം. ആ ഫ്രെയിമിലാണ് സ്റ്റക്ക് ആയിട്ടിരിക്കുന്നത്, അത് നമ്മൾ കാണാൻ പറ്റാത്തത്. സോ ഇഫ് വി ഡു വി ആർ ടു ഡു ഹിയർ boom dot play. So dot play is a function call. Okay, so that was your function call happening there. And maybe 75 is too fast. What do we do, like 400? Yeah, so slow motionly on explosion when you can set the higher millisecond time frame. If you want it like fast, then you can set it in like shorter time frame. That's a whole concept. പിന്നെ നമുക്ക് അനിമേഷൻ കഴിഞ്ഞോന്ന് അറിയണം. ഓക്കെ, അവിടെ അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ യു ക്യാൻ ലിറ്ററലി ഡു then puts whatever, if you are like putting a message or something, like സ്ക്രീനിൽ ഒരു ടെക്സ്റ്റ് കാണിക്കണം, ഗെയിം ഓവർ. സോ ഓൾ ദോസ് തിങ് ഹാപ്പൻ ഹിയർ. അതായത് നമ്മൾ അനിമേഷൻ കാണിച്ചു, അനിമേഷൻ കഴിയുമ്പോൾ ഗെയിം തീരണം. ആ ഒരു സംഭവങ്ങളെല്ലാം ഇവിടെയാണ് വരിക. ഓക്കെ, ആൻഡ് ദിസ് ഈസ് ആക്ച്വലി എന്താ പറയുക, ഇതെല്ലാം നമ്മൾ റൂബിയിലെ കോൺസെപ്റ്റുകളാണ്. അപ്പോൾ സംടൈം വാട്ട് ഐ ഡു ഇസ് ദാറ്റ് ഒരു ലാംഗ്വേജ് ഞാൻ ഫുള്ള് പഠിക്കണതിന് പകരം ഐ പിക്ക് എ ഫ്രെയിം വർക്ക്. എന്നിട്ട് ഞാൻ ആ ഫ്രെയിം വർക്ക് വെച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ ലാംഗ്വേജിൽ സംഭവങ്ങൾ സെൻസ് ചെയ്യാൻ തുടങ്ങും. ദെൻ ഐ ഗോ ബാക്ക് ടു ദ ലാംഗ്വേജ്. ഓക്കെ, പെർഫെക്റ്റ് എക്സാമ്പിൾ മേ ബി ഹീറോ. സോ ഇത് കൊള്ളാലോ, ഇത് ട്രൈ ചെയ്യാം. ഹീറോ ഡോട്ട് പി എച്ച്. സോ hero dot png. സോ ഇവിടെ മൾട്ടിപ്പിൾ സംഭവങ്ങളുണ്ട്. സോ ലെറ്റ്സ് സേ 7 images of the character in 4 different poses: standing, walking, climbing, cheering. So instance from sprite class we can use the animation attribute to set the multiple animations. Each animation is a name and frame range using Ruby. Okay, again p1 dot dot 2 ഇതെല്ലാം നമ്മൾ ഇത് റൂബിയുടെ ലാംഗ്വേജ് കുറച്ച് നമ്മൾ പോകുമ്പോൾ അറിയാൻ പറ്റും. ദിസ് ഇസ് ഹൗ യു സെറ്റ് ദ റേഞ്ച്. അപ്പോൾ
ഇവിടെ നമ്മളിപ്പോൾ പ്ലെയർ അല്ലെങ്കിൽ ഹീറോ ഈക്വൽ ടു സ്പ്രൈറ്റ് ഡോട്ട് ന്യൂ, then you have to give the path, so hero dot png, then width height കൊടുക്കണം. So I think that is based on the size of the game, then width and height. So width is 78, height is 99, 78 height 99, then clip width 78. Again, this will, you can know that by opening the image in some video photo image editor. Okay, then time നമ്മൾ നേരത്തെ കണ്ട സംഭവം തന്നെ 250 or whatever, you can depends on the speed of the animation. So most of the game development is you just manipulating stuff, you're just trying different speed and stuff. So yeah, so what is happening here? So let's say this is frame 1, frame 2 and frame 3, frame 4, 5, 6, 7. So you have total 7. So ഇതിൽ നമുക്ക് കാണുമ്പോൾ അറിയാം ഈ വാക്കിംഗ് ഈസ് ഹാപ്പനിങ് ഫ്രം ദിസ് ടു ദിസ് പോയിന്റ്. ഓക്കെ, ദിസ് ഈസ് ദ വാക്കിംഗ് ഹാപ്പനിങ്, ദെൻ ദിസ് ഈസ് ക്ലൈംബ് ഹാപ്പനിങ് ആൻഡ് ചിയർ, ദിസ് ഇസ് വാട്ട് ചിയർ ഈസ് ഹാപ്പനിങ്. സോ നമ്മളത് ജസ്റ്റ് പറയണം, അതായത് ഓക്കെ വാക്ക് അനിമേഷൻ സമയത്ത് ജസ്റ്റ് ഷോ ദീസ് 3 ഇമേജസ്, വെൻ ക്ലൈംബിങ് ജസ്റ്റ് ഷോ ദീസ് 2. സോ അനിമേഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫങ്ഷൻ അവിടെ മെത്തേഡ് തരുന്നുണ്ട്, അവിടെ നമുക്ക് ഈ പറയുന്ന സംഭവം സെറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് വാക്ക് ഈസ് ഫ്രം ഫ്രെയിം 1 ടു ഫ്രെയിം 2. സോ ഈ ഡോട്ട് 2 എന്താ ചെയ്യാന്ന് വെച്ചാൽ ഫ്രെയിം 1 തൊട്ടിട്ട് ഇൻക്ലൂഡിങ് 2, സോ 1 and 2. Then you have climb, and again you can name whatever you want. Okay, these are, we can name whatever you want. So climb is actually 3, 2, 3 and 4. Then we have cheer, which is 5 and 6. Then okay, so let's see. ഇവിടെ ഇനിയിപ്പോൾ this is where the input part comes in, like how can you control all this? കാരണം ഇതിപ്പോൾ നമുക്ക് വെറുതെ ലൂപ്പല്ലല്ലോ, this should be based on the user control system. അതായത് റൈറ്റ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ they are walking to the right, അപ്പ് ആരോ ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലൈംബ് അനിമേഷൻ വരണം, അല്ലെങ്കിൽ സ്പേസ് ബാർ ക്ലിക്ക് ചെയ്യുമ്പോൾ മേ ബി ചിയർ അനിമേഷൻ വരണം. സോ ദാറ്റ്സ് എ ഗെയിം പ്ലേ യു ഹാവ് എനി ഓഫ് ദ ഗെയിംസ്. യൂസർ കൺട്രോളിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റണം എന്താണ് കാണിക്കേണ്ടതെന്നുള്ളത്. സോ അതിനാണ് ഈ ഒരു കോഡ് ബേസ് ഉള്ളത്. അഗെയിൻ ഇഫ് യു ഗോ ടു ദ റൂബി 2D കോഡ് ബേസ് യു ക്യാൻ ഡിഗ് ഡീപ്പർ, ലൈക്ക് എന്താ നടക്കണമെന്നുള്ളത്. സോ കീബോർഡ് ഹാൻഡ്ലിംഗ് ഒക്കെ വളരെ സിമ്പിളായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓൺ കീ ഡൗൺ അല്ലെങ്കിൽ കീ പ്രസ്ഡ്, സോ കീ ഡൗൺ ആയിരിക്കുമ്പോൾ വർക്ക് ചെയ്യേണ്ട സിനാരിയോ ഉണ്ടാവാം, ബട്ട് ബേസ്ഡ് ഓൺ യുവർ ഗെയിം മേ ബി യുവർ ലൈക്ക് കീ പ്രസ് ചെയ്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ കീ അപ്പ് ആകുമ്പോഴായിരിക്കണം ട്രിഗർ ആവേണ്ടത്. ദാറ്റ് യു ക്യാൻ you have options for that if you go to inputs. So inputs എത്തിക്കഴിഞ്ഞ് you can see that ഇവിടെ നമ്മൾ കീബോർഡ് കൺട്രോൾ ഉണ്ട്, മൗസ് കൺട്രോൾ ഉണ്ട്. അപ്പോൾ മൗസിൻ്റെ ഏത് പോയിന്റിലാണ് മൗസ് ഇരിക്കുന്നതെന്ന് വെച്ചാൽ മേ ബി അങ്ങനത്തെ ഒരു ഗെയിം ആയിരിക്കാം. ഡിപ്പെൻഡ്സ് ഓൺ യുവർ ഗെയിം പ്ലേ യു ക്യാൻ ഡു. അത് ഈവൻ കൺട്രോളേഴ്സും ഉണ്ട്. സോ ഐ തിങ്ക് ദിസ് ഈസ് ഫോർ എക്സ്ബോക്സ്. ഇഫ് യു ആർ ബിൽഡിങ് എ ഗെയിം വെയർ ഇറ്റ്സ് വർക്കിംഗ് ഇൻ എക്സ്ബോക്സ്, ദിസ് ആർ വാട്ട്. യാ, സോ അത് കറക്റ്റായിട്ട് കട്ടാവാൻ യു ഷുഡ് നോ ദാറ്റ്. ഇതിപ്പോൾ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ സോ ഇത് എത്രയാണ് സൈസ് എന്നുള്ളത് നമുക്ക് അറിയേണ്ടി വരും. ഇത് ഡൗൺലോഡ് ചെയ്യാൻ എങ്ങനെയാണെന്ന് അറിയുന്നത്. കോപ്പി ടെക്സ്റ്റ്, യാ, സോ ദാറ്റ് ഈസ് എക്സ്പെരിമെൻറ്റ്. സോ ഇഫ് യു ഓപ്പൺ ദിസ് ഇൻ ആ ഒരു മെഷർമെൻറ്റ് അറിയാമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് യൂസ് ദാറ്റ്, ഇറ്റ് വിൽ ബി കട്ട് പ്രോപ്പർലി. യാ, ഗോഡോട്ട് ഞാൻ കുറച്ച് ആൾ അതിൻ്റെ പുറകെ പോയായിരുന്നു. പിന്നെ ദിസ് ഈസ് മച്ച് ബെറ്റർ, കാരണം ഇതാകുമ്പോൾ ഒരു ലാംഗ്വേജും പഠിക്കാം. അവിടെ C# യൂസ് ചെയ്യാം. ഗോഡോട്ടിൽ എന്താ യൂസ് ചെയ്തത്? C# ആണോ അതോ മറ്റേ GD സ്ക്രിപ്റ്റ് ആണോ? ഐ തിങ്ക് GD സ്ക്രിപ്റ്റ് ഈസ് മോർ ലൈക്ക് പൈത്തണിൻ്റെ ഇൻസ്പയർഡ് ആണ് അവരുടെ സംഭവം. സോ കൺട്രോളേഴ്സ്, ദിസ് ഈസ് ആക്ച്വലി എക്സ്ബോക്സ് കൺട്രോളർ. ആ ഒരു നിങ്ങളുടെ ഗെയിം എക്സ്ബോക്സിലേക്കാണെങ്കിൽ യു ക്യാൻ യൂസ് ദാറ്റ്. ഓക്കെ, യാ, GD സ്ക്രിപ്റ്റ് അല്ലേ? യെസ്. ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ ഗെയിം ജാമിന്? ദർ ഇസ് എ ഗെയിം ജാം ഹാപ്പനിങ് in 2 days.
July 22nd in Game Jam, and this is I think world largest indie game jam. So if you are interested, you can join. ഇതിൻ്റെ നെക്സ്റ്റ് 2 ദിവസത്തിലാണ്. ദെൻ യു ഹാവ് ഐ തിങ്ക് 3 days ഇവൻറ്റ്. ജൂലൈ 22 മുതൽ ജൂലൈ 26 വരെ. വൺസ് ദേ അനൗൺസ് യു ക്യാൻ സ്റ്റാർട്ട് ബിൽഡിങ്. ഗ്രേറ്റ്. ദെൻ ബിഗിനർ ആണെങ്കിലാണ് യു ഷുഡ് ജോയിൻ. യു ഷുഡ് ഗെറ്റ് ഇൻ ടു സ്റ്റഫ്, ഹാവ് ഫൺ. ഈവൻ ഐ ഡോണ്ട് നോ ഗെയിം ഡെവലപ്മെൻറ്റ്, ട്രൈങ് ടു ഫിഗർ തിങ്സ് ഔട്ട്. പിന്നെ യു ഹാവ് ജാവാസ്ക്രിപ്റ്റ് ബേസ്ഡ് ഒരെണ്ണമുണ്ട്. ഇതൊക്കെ നമ്മുടെ മെമ്പേഴ്സ് ആരോ പറഞ്ഞാണ്. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ഇൻപുട്ടിലോട്ട് വരാം. സോ യെസ്, സോ ഇവിടെ കോഡ് ഓൺ കീ ഡൗൺ ഡു വാട്ട്. അപ്പോൾ ഈ റൂബിയുടെ ഒരു ബ്യൂട്ടി അത്, യു ക്യാൻ റീഡ് ഇറ്റ് ലൈക്ക് ഇംഗ്ലീഷ് അല്ലേ. ഓൺ കീ ഡൗൺ ആകുമ്പോൾ, അല്ലെങ്കിൽ ഓൺ കീ പ്രസ്ഡ്, ഡു വാട്ട്, ഡു എന്ത്, ഇവൻ്റ് എന്താണെന്ന് അറിയണം. ഓക്കെ, എന്താ കേസ്, ഇവൻ്റ് ഇത് കീ റൈറ്റ് ആണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അപ്പ് ആരോ ആണ് ഡൗൺ ആണ് ക്ലിക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ എന്താ പറയുക, അങ്ങനെ വായിക്കാൻ പറ്റുന്ന ലാംഗ്വേജാണ്. ലൈക്ക് നമ്മൾ ലാംഗ്വേജിന് വേണ്ടി വേറെ പഠിച്ച് കഷ്ടപ്പെടേണ്ട ഒരു കേസില്ലാത്തൊരു വളരെ ബ്യൂട്ടിഫുൾ ലാംഗ്വേജാണ്. മാത്രമല്ല ഈ പഠിച്ച കോൺസെപ്റ്റ് തന്നെയാണ് ബാക്കി എല്ലാ ലാംഗ്വേജിലും. മനസ്സിലായോ? നമ്മളൊരു ഫണ്ടമെൻറ്റൽസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ യു ക്യാൻ പിക്ക് അപ്പ് എനി ലാംഗ്വേജ്. യു ആർ ലൈക്ക് ഓക്കെ, എനിക്ക് ഇനി ജാവയിൽ ഗെയിം ഉണ്ടാക്കണം. ഓക്കെ, യു ആർ ലൈക്ക് ഓക്കെ, എനിക്ക് സംഭവങ്ങൾ അറിയാം. വാട്ട് ഇഫ് ഐ വാണ്ട് ടു ഡു ഇൻ C#, യു ക്യാൻ ഡു ദാറ്റ് ഇൻ C#. സോ സിൻടാക്സ് വേറെ ഉണ്ടാവും, ഡിഫറൻസ് ഉണ്ടാവും, ബട്ട് otherwise it will be very similar. Then so you can see me looking at the documentation, കാരണം this is not something I write. so ഞാൻ വർക്കിൽ ആക്ച്വലി യൂസ് ചെയ്യുന്നത് പൈത്തണും Node.js-ഉം നമ്മുടെ ഫ്ലട്ടർ, ജാവാസ്ക്രിപ്റ്റ്, ആംഗുലർ, റിയാക്ട്, അതൊക്കെയാണ് വർക്കിൽ യൂസ് ചെയ്യുന്നത്. സോ ഗെയിം ഡെവലപ്മെൻറ്റ് is something I'm trying to get into just for fun. സോ ഇവിടെ നമുക്ക് ലെഫ്റ്റ് ക്ലിക്ക് ചെയ്താൽ, ഓക്കെ, കീ പ്രസ് ചെയ്തു, കീ ഡൗൺ ആണ് ക്ലിക്ക് ചെയ്ത് ഇവൻ്റ് നടന്നത്. ലെഫ്റ്റ് ആണെങ്കിൽ വാട്ട് ഹാപ്പൻസ്, നമുക്ക് ഈ കാണുന്ന ഹീറോ, നമ്മളിവിടെ ഹീറോനെ മെൻഷൻ ചെയ്തു. ഹീറോയിലെ അനിമേഷൻസ് 3 അനിമേഷൻസ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ മറ്റേതിനൊക്കെ നമ്മൾ നേരത്തെ ഡയറക്റ്റ് ഇവിടെ ബൂം ഡോട്ട് പ്ലേ വിളിച്ചു. അതിന് പകരം ഇവിടെ നമുക്ക് ഹീറോ ഡോട്ട് പ്ലേ അനിമേഷൻ then you can say walk and basically നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്തത് അതാണ് ഇവിടെ കോളം വരാൻ കാരണം ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അനിമേഷൻസ് 3 എണ്ണം. അതിൽ നമ്മൾ പറയുകയാണ് ലെഫ്റ്റ് ആണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഹീറോ ഡോട്ട് പ്ലേ അനിമേഷൻ, ദെൻ വിച്ച് വൺ, ദ വാക്ക് വൺ, ദെൻ ലൂപ്പ് ട്രൂ ആണോ, യെസ്. സോ നമ്മളിത് പ്രസ് അപ്പാരോ നമ്മൾ വിരലെടുത്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റോപ്പ്. ദിസ് വിൽ ഓൺലി ഹാപ്പൻ വെൻ this condition is true. Then you have flip horizontal. So flip horizontal ചെയ്യുന്നത് because we are going to the left. റൈറ്റ് ആണെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല. സോ ലെറ്റ്സ് സേ റൈറ്റ്, സെയിം കോൺസെപ്റ്റ് ആയിരിക്കും, ബട്ട് ജസ്റ്റ് നമ്മുടെ ഡയറക്ഷൻ നമ്മൾ ചെയ്യേണ്ടി വരില്ല. സോ ലെറ്റ്സ് സേ വാക്ക്, ദെൻ ലൂപ്പ്, ട്രൂ. ഫ്ലിപ്പിൻ്റെ ആവശ്യമില്ല, യു ഡോണ്ട് നീഡ് ഫ്ലിപ്പ്. then we have when up ആയിരിക്കണം അല്ലെങ്കിൽ ഡൗൺ ആയിരിക്കണം, up. so here we have hero dot play animation, then we have climb, then loop through, and you have down. so when down, hero dot play animation, then you have flip vertical. That's the same concept because we are changing the image scenario. The format ആവശ്യമില്ല. Then you have when C. so again C ചിയറിൻ്റെ കേസിൽ ഞാൻ സ്പേസ് പറഞ്ഞു, ഇവർ C പറഞ്ഞു. so ഞാൻ യൂഷ്വലി when I'm trying things or something new just ഡിഫോൾട്ട് വെച്ചങ്ങ് പോകും. പിന്നെ ലൈക്ക് ഓക്കെ ഇനി എൻ്റെ ഇഷ്ടത്തിന് ഇഷ്ടമുള്ള കാണിക്കും ആ ഒരു ഇതിലോട്ട്. Okay, so loop is, I don't think loop should be true. Yeah,
ലൂപ്പ് ട്രൂവിൻ്റെ ആവശ്യമില്ല ഇവിടെ, കാരണം സി ക്ലിക്ക് ചെയ്തു, ചിയർ ചെയ്തു, കഴിഞ്ഞു. Then syntax error, yeah, you need one more end. So if you are using a good editor like NeoVim or VS Code, you can get your formatting and everything perfect, but ഇവിടെ അത്ര പെർഫെക്റ്റ് അല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറർ അടിച്ചുകൊണ്ടാണ്. യെസ്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഫോർമാറ്റ് ആണ്. സോ ഇനിയിപ്പോൾ റൺ ചെയ്താൽ എന്ത് പറ്റും, എന്തെങ്കിലും പറ്റുമോ? യെസ്, ക്ലോസ് ആയതാണ് എറർ അടിച്ചതെന്നാണോ? ലൂപ്പ് ട്രൂ ഫ്ലിപ്പ് വെർട്ടിക്കൽ സ്പെല്ലിംഗ് റോങ് ആണ്. വെർട്ടിക്കൽ okay, maybe I think we have to write that function. So ഒന്നും കൂടി റൺ ചെയ്യാം. ലെഫ്റ്റ് അടിച്ചാൽ എറർ അടിച്ചു. സോ ഈ വെർട്ടിക്കലും ഹൊറിസോണ്ടൽ ഈസ് കോസിങ് സം ഇഷ്യൂ. യാ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കോളൻ ഇട്ടിട്ടില്ല. സോ ദിസ് ഈസ് കോളൻ ഹൊറിസോണ്ടൽ, കാരണം അത് ഇവർ എഴുതി വെച്ചതാണല്ലോ, ഇവർ എഴുതിയ ഒരു സംഭവം കൊണ്ടാണ് അങ്ങനെ. ഇറ്റ്സ് നോട്ട് എ ടെക്സ്റ്റ് ഓർ എനിത്തിങ്, ഇറ്റ് ഹാസ് എ മീനിങ്. ഒരു ഫങ്ഷൻ ഉണ്ടാവും വിച്ച് ഈസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദ സീൻസ്. സോ ഇനിയിപ്പോൾ അപ്പാരയിൽ കഴിഞ്ഞാൽ ഇറ്റ്സ് ക്ലൈംബിങ്, ഇറ്റ് ഈസ് സ്ക്രോളിംഗ് ഡൗൺ, ലെഫ്റ്റിലോട്ട് ലെഫ്റ്റ് ബാക്ക് അനിമേഷൻ, റൈറ്റ് ബാക്ക് അനിമേഷൻ, ദെൻ യു ഹാവ് ചിയർ ഈസ് ഹാപ്പനിങ്, ബട്ട് ഇറ്റ്സ് നോട്ട് മൂവിങ് ത്രൂ ദ സീൻ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? സോ ദിസ് ഹാപ്പൻ, ദെൻ ദർ ഇസ് സം അതർ കോംപ്ലെക്സ് വേ ടു ഡു ഇറ്റ്. സോ എങ്ങനെ നമുക്കിതിനെ മൂവ് ചെയ്യിപ്പിക്കാം? ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് ഷേപ്സ്. യാ, സോ ഐ തിങ്ക് ഇതിനും എക്സും വൈ ഉണ്ടാണല്ലോ. യു ക്യാൻ ജസ്റ്റ് ചേഞ്ച് ദ എക്സ് ആൻഡ് വൈ. സോ സ്പ്രൈറ്റിന് എക്സ് ആൻഡ് വൈ ഉണ്ടാവണം. ഇറ്റ്സ് എ ഗെസ്. So let's say x 500, y 500. Yeah, things work. Oh, ഞാൻ കറക്റ്റായിട്ട് ലാൻഡ് ചെയ്തല്ലോ. ആക്സിഡൻറ്റിലാണെങ്കിലും സംതിങ് ഹാപ്പൻസ്. യെസ്, ഇനിയിപ്പോൾ we can say when left click ചെയ്യുമ്പോൾ hero dot x equal to minus equal 20 pixel. So hero dot x പ്ലസ് ഈക്വൽ 20. ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഓപ്പോസിറ്റ് ആയിരിക്കും. ലെറ്റ്സ് സി. കറക്റ്റായോ? ഓക്കെ, ഗുഡ്. ഓക്കെ, സോ നൗ ഇറ്റ് ഈസ് വാക്കിംഗ് ടു ദ ലെഫ്റ്റ്, ഇറ്റ് ക്യാൻ വാക്ക് ടു ദ റൈറ്റ്. ഇനി നമുക്ക് അപ്പിൻ്റെ കേസും സെയിം പരിപാടി. അപ്പോൾ ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ആ ഒരു ഇത് പറഞ്ഞല്ലേ. സോ മേളിലോട്ട് പോവാൻ യു ഹാവ് ടു മൈനസ്. ഇഫ് യു ആർ ലൈക്ക് ഹിയർ, ദെൻ ഇവിടെയാണ് നമ്മുടെ 0 വരുന്നത്. സോ യു ഹാവ് ടു ഡു മൈനസ് ടു ഗോ അപ്പ്. സോ ലെറ്റ്സ് ഹീറോ ഡോട്ട് വൈ അപ്പം എന്ന് പറഞ്ഞാൽ മൈനസ്. അഗെയിൻ തിരിഞ്ഞ് പോവാം. സോ ഹീറോ ഡോട്ട് വൈ plus equal to 20. Okay, hey, അതും കറക്റ്റായല്ലോ. സോ യു ക്യാൻ സീ ഇറ്റ് ക്യാൻ മൂവ് ത്രൂ ദ ഹോൾ തിങ്. സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഓക്കെ, ഓക്കെ, സോ ദാറ്റ് ഈസ് യുവർ എന്താ പറയുക ബേസിക് സംഭവം. ഇങ്ങനെ മാരിയോ ഒക്കെ പോലത്തെ ഗെയിമൊക്കെ ചെയ്യുമ്പോൾ യു ഹാവ് ദ സ്പ്രൈറ്റ്, യു ഹാവ് ദ കോയിൻ. നൗ യു ആർ ലൈക്ക് ഓക്കെ ഗെറ്റ് ദ കോയിൻ. ആ ഒരു സംഭവമൊക്കെ ചെയ്യാൻ പറ്റിയ സംഭവമാണ്.
Then maybe coin the size, you can give it height. Height is 30, width is 30. I think you can give height and width. പറ്റില്ല, yeah, മേളിൽ കോമ പറഞ്ഞു. So now if we run it again, you can see the coin is very small, and maybe we can set the x and y. X 500, 500, then x is 500, x is 500, then you have y can be 500, x can be maybe like 100. So again same problem, we don't have the thing going on. So now so now we have the coin here. Okay, so നമ്മളിപ്പോൾ കോയിൻ്റെ അടുത്തെത്തി, then nothing happens. Okay, so what happens, how to enable that as a collision? നമ്മുടെ കോയിൻ കളക്റ്റിംഗ് ഒരു കോൺസെപ്റ്റ് ആണെങ്കിൽ how will we do that? ഓക്കെ, ഐഡിയ കൊള്ളാം, പക്ഷേ എനിക്കറിയില്ല എങ്ങനെ ചെയ്യാം. സോ collision detection, somewhere there should be an option. സോ ടൈൽ സെറ്റ് ഉണ്ട്. ടൈൽ സെറ്റ് ഈസ് വെറി ലൈക്ക് നമ്മളൊരു എന്താ പറയുക, ഇപ്പോൾ പഴയ പോക്കിമോൻ്റെയൊക്കെ ഗെയിമിലെ ഒരു മാപ്പും വാട്ടറും കാര്യങ്ങളൊക്കെ. സോ ദിസ് ഈസ് മെയ്ഡ് വിത്ത് ടൈൽ സെറ്റ്. ഞാൻ പറഞ്ഞ ജാവാസ്ക്രിപ്റ്റിൽ ഇങ്ങനത്തെ ഗെയിം ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുമായിരുന്നു, പക്ഷെ നടന്നിട്ടില്ല. മേ ബി ഹിയർ വി ക്യാൻ അച്ചീവ് ഇറ്റ് സം ഡേ. സോ ദിസ് ഈസ് യുവർ ടൈൽ സെറ്റ്. സോ ഈ ടൈൽ സെറ്റ് വെച്ചിട്ടാണ് യു ആർ റെൻഡറിങ് ഇറ്റ് ഔട്ട്. സോ മേ ബി വി ക്യാൻ ലുക്ക് ഇറ്റ് ദാറ്റ് ടുമോറോ. ദെൻ how you know if both things are same? So also I read, so ഞാൻ പുതിയ ലാംഗ്വേജ് സംബന്ധിച്ച് ചെയ്യുമ്പോൾ ഞാൻ മീഡിയം ആർട്ടിക്കിൾ വായിക്കാറുണ്ട്. സോ ഐ ജസ്റ്റ് സേ ലൈക്ക് ഫ്ലട്ടർ അല്ലെങ്കിൽ വാട്ട് എവർ ജാവ, കാരണം അവിടെ കുറേ എൻജിനീയേഴ്സിന് എക്സ്പീരിയൻസ് കിട്ടും. ലൈക്ക് യു ക്യാൻ നോ അബൌട്ട് വാട്ട് ദേ ഡിഡ്. സോ എനിക്കിവിടെ അറിയേണ്ടത്, ഇവിടെ പൊല്യൂഷൻ ഇല്ല. So again, like ChatGPT, Gemini ഒക്കെ ഉണ്ടെങ്കിലും like don't when you are learning something new, better ഇപ്പോൾ ടൈൽ സെറ്റ് വെക്കണമെങ്കിൽ ഒരുപാട് പണിയാവില്ലേ ആൻഡ് പ്ലഗിൻസ് ഇല്ല. സെയിം തിങ്, യു ഹാവ് ദ ലൈബ്രറി റൈറ്റ്. സോ ടൈൽ സെറ്റ് ചെയ്യാൻ ഇത്രയും പണിയേ ഉള്ളൂ. സോ വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. കാരണം അതൊരു സ്പ്രൈറ്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് വെർഷനാണല്ലോ. So let's say tile set. So ഓക്കെ, ദിസ് ഈസ് അവർ ടൈൽ സെറ്റ്. സിമ്പിളിൽ നിന്ന് തുടങ്ങാം, എന്നിട്ട് നാളെ മറ്റന്നൊക്കെ ആയിട്ട് ഇത് ചെയ്യാം. കൊലിഷൻ, ഓക്കെ, യു ആർ മീനിങ് ലൈക്ക് ടൈൽ സെറ്റ് ഈസ് എ ഒബ്ജക്റ്റ് വേർ പ്ലെയർ ക്യാൻ കൊളൈഡ് അല്ലേ? ഓക്കെ, അത് സോ കൊലിഷൻ ആക്ച്വലി ഡിറ്റക്റ്റഡ് ബൈ ഈ റൂബി ടുഡിയുടെ കേസിൽ യു ആർ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ എക്സ് ആൻഡ് വൈ. ഇത് പ്ലെയറിൻ്റെ എക്സ് ആൻഡ് വൈയും ഈ പറയുന്ന ടൈലിൻ്റെ എക്സ് ആൻഡ് വൈയും സെയിം ഇതിലാണോ എന്നുള്ള ആ ഒരു ചെക്കാണ് നടക്കുന്നത്. സോ ദർ ഈസ് യു ആർ ജസ്റ്റ് ചെക്കിങ് ദാറ്റ് ആൻഡ് സൈസ് ഓഫ് റെക്റ്റാങ്കിൾ. സോ ഞാനൊരു ബി അങ്ങനെ രണ്ടുമൂന്ന് എന്തോ ഫോർമുലാസ് ഉണ്ട് മാത്തമാറ്റിക്കൽ അതിന് വേണ്ടിയുള്ള. ഞാൻ ഡീപ്പായിട്ട് പോയില്ല, ബട്ട് സി നമുക്ക് ടൈൽ സെറ്റിൻ്റെ കേസാണെങ്കിൽ tile set equal to tile set dot new set.
you have the same concept. You have tile set dot png, then you have tile width. നേരത്തെ പറഞ്ഞ പോലെ ഓരോ ടൈലിൻ്റെ ഓരോ സംഭവം എത്ര വിട്ടാണെന്നുള്ളത്, ഈ ഓരോ ടൈലും എത്രയാണ് അതിൻ്റെ ഹൈറ്റും വിട്ടും എന്നുള്ള സംഭവം. സോ ടൈൽ വിഡ്ത്ത് 84, tile height 84. We have your padding. So again it depends on tile set. നേരത്തെ പറഞ്ഞ പോലെ these things depends on the image what you have. So you have your padding. So ഇവിടെ ഒരു 1 pixel padding we can see. So padding is 1. Then you have spacing. Spacing I think ഈ ഒരു സംഭവം കണ്ടിട്ട്, so maybe 2. Then we have another tile set define. We can define our individual tiles. Okay, so this is a whole tile set loaded. Now we have to define each one. So ഇത് 0 0. So this is a okay, yeah. Okay, so 0 0 പോയിന്റിൽ നിൽക്കുന്നത് ഈ ടൈലാണ്. Then you are like 1 0 നിൽക്കുന്നത് ഈ ടൈലാണ്. 0 1 and 1 0 x axis 0. ടൈലോട്ട് പോകുമ്പോൾ 1. This is your 1 0. Yeah, let's try. So ഇതിന് ജസ്റ്റ് നെയിം കൊടുക്കുന്നുള്ളൂ. യു ആർ ഗിവിങ് എ നെയിം. കാരണം ഇവിടെ നമ്മൾ നേരത്തെ പോലെ തന്നെ നമ്മൾ ഓരോ ഫ്രെയിം നമ്മൾ ഡിഫൈൻ ചെയ്തല്ലോ. ഓരോ ഫ്രെയിമിൻ്റെ കേസ് നമ്മളവിടെ പറഞ്ഞു. അതായത് ഈ ഇമേജ് ഇതാണ്, ഈ ഇമേജിൽ ഓരോ ടൈലിൽ ഒരു ടൈലിൻ്റെ വിഡ്ത്ത് എത്രയാണ്, ഹൈറ്റ് എത്രയാണ്, പാഡിങ് എത്രയാണ് നമ്മൾ പറഞ്ഞു. സോ ഇറ്റ് നോസ് ദാറ്റ്. അപ്പോൾ ജസ്റ്റ് കോപ്പി ചെയ്താൽ നമ്മൾ അനിമേഷൻ ഡിഫൈൻ ചെയ്ത പോലെ യു ആർ ഡിഫൈനിങ് ദ വോൾ തിങ്, ഏത് പോയിന്റിലാണെന്നുള്ളത്. സോ 0 0 0 1 1 0 1 1. യാ, കിട്ടി അത് തന്നെ. 0 0 0 1 1 0 1 1. കറക്റ്റല്ലേ? യെസ്, കറക്റ്റ്. സോ ദെൻ we can draw them to the screen. Let's draw our blue and red tiles. Okay, അപ്പോൾ ഓരോന്നും ഇത് ചെയ്തു, ഡിഫൈൻ ചെയ്തു. Now we have to draw them. So tile set dot set tile എന്നുള്ള ഫങ്ഷനാണ് വിളിക്കുന്നത്. സെറ്റ് ടൈൽ ആൻഡ് ഇറ്റ് ടേക്സ് ഇൻ ഏത് ടൈലാണ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത സംഭവം. അപ്പോൾ ലെറ്റ്സ് സേ പർപ്പിൾ അല്ലെങ്കിൽ ബ്ലൂ വാട്ടെവർ. ദെൻ യു ക്യാൻ സേ ഏതൊക്കെ പൊസിഷനിലാണ് ടൈല് വരേണ്ടതെന്നാണ്. സോ 0 വൈയിൽ വന്നു, എക്സിൽ വന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ എവിടെ ടൈല് പ്ലേസ് ചെയ്യണം എന്നുള്ള ഇതാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ദെൻ യെസ്, തന്നെ set type set wrong number of arguments even for expected to. Yeah, so എന്താ മിസ്റ്റേക്ക് വരുന്നത് വെച്ചാൽ this should be an array. കാരണം എവിടെ പ്ലേസ് ചെയ്യണം എന്നുള്ളത് നമ്മളൊരു ലിസ്റ്റായിട്ടാണ് കൊടുക്കുന്നത്. സോ ദിസ് വിൽ ബി ഇൻസൈഡ് എ array. എന്നിട്ട് റെഡിച്ചു tile set dot set title of set tile എന്നാണല്ലേ, set tile set dot set tile set tile നെയിമും വേണം, കോർഡിനേറ്റ്സും വേണം. ഞാനിത് മൊത്തത്തിൽ ഇത് ചെയ്തു, റാപ്പ് ചെയ്തു. ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ മാത്രം റാപ്പ് ചെയ്യണം. സോ ബേസിക്കലി കോർഡിനേറ്റ്സ് ഈസ് എ ലിസ്റ്റ് ഓഫ്, നമുക്ക് എവിടെയൊക്കെ പ്ലേസ് ചെയ്യണോ ആ കോർഡിനേറ്റ്സിനെ നമ്മളൊരു ലിസ്റ്റായിട്ട് കൊടുക്കുന്നതാണ് അരയുടെ അകത്ത് കൊടുക്കണം. യാ, സോ നൗ വി ക്യാൻ സീ ദ പ്ലേസ്മെൻറ്റ്. സോ 0 0 പ്ലേസ് ചെയ്തു ടൈല് പർപ്പിൾ. ഫസ്റ്റ് പ്ലേസ്മെൻറ്റ് 0 0, ഇതാണ് 0 0. സെക്കൻഡ് പ്ലേസ്മെൻറ്റ് 84 0. അപ്പോൾ നമുക്കറിയാം ഒരു ടൈലിൻ്റെ 84 ആണ്. സോ ദിസ് ഇസ് 84. Then you are setting 84 താഴത്തോട്ട് x.
84 0 ഇവിടെ സെറ്റ് ചെയ്തു, കാരണം ദിസ് y is 0. അപ്പോൾ ഇതാണ് സെക്കൻഡ് ടൈൽ. ദെൻ യു ഹാവ് യുവർ തേർഡ് വൺ വിച്ച് ഈസ് 084. അതാണിത് 084. അപ്പോൾ യെസ്, കിട്ടിയോ? കുറച്ച് കത്തുന്നുണ്ട്, മൊത്തം കിട്ടുന്നില്ല. അത്രേ ഉള്ളൂ. അതിപ്പോൾ ഇനിയിപ്പോൾ വേറെ സ്ഥലത്ത് വേണമെങ്കിൽ ലെറ്റ്സ് റാൻഡമായിട്ട് എനിക്കിപ്പോൾ ഒരു എന്താ പറയുക, ഇതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ എനിക്ക് ലെറ്റ്സ് 200 x 200 y 300 ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ഷോ അപ്പ്. കണ്ടോ, ഇവിടെ വന്നു. ഓക്കെ, സോ എക്സ് 200, അതായത് ദിസ് ഈസ് 200. അപ്പോൾ അടുത്ത ടൈൽ സ്റ്റാർട്ടാണത് ഇവിടെ ആണെങ്കിൽ ഐ ക്യാൻ സേ എക്സ് 284. കൈ അടിച്ചോളാം. എക്സ് 284 സെയിം ഇതിൽ തന്നെ വേണം എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ ഇല്ല ഡ്രാഗൺ. സോ ദിസ് ഈസ് നോട്ട് എ ഗെയിം എൻജിൻ, ദിസ് ഈസ് ആക്ച്വലി എ ഗെയിം ലൈബ്രറി. സോ മറ്റേ ഗ്രാഫിക്കൽ ഇൻ്റർഫേസ് പരിപാടിയൊന്നുമില്ല. വി ആർ റൈറ്റിംഗ് ദ ഹോൾ കോഡ്. അപ്പോൾ വി ആർ റൈറ്റിംഗ് ദ ഹോൾ കോഡ്. സോ റൂബി 2D എന്നുള്ള ലൈബ്രറിയാണ്. സോ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞത് പൈ ഗെയിം ഉണ്ട്. പൈത്തണാണ് ലാംഗ്വേജ് എങ്കിൽ യു ക്യാൻ യൂസ് പൈ ഗെയിം. ദെൻ പൈ ഗെയിം വെച്ച് കുറേ ഗെയിം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഫേസർ JS, ഇപ്പോൾ ജാവാസ്ക്രിപ്റ്റ് ആണെങ്കിൽ ഫേസർ IO. സോ ദീസ് ആർ നോട്ട് ഗെയിം എൻജിൻസ്, ദീസ് ആർ ലാംഗ്വേജസ്. സോ മറ്റേ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പരിപാടി ഇവിടെ ഇല്ല. പക്ഷേ ഫണ്ടമെൻ്റൽസ് വിൽ ബി സെയിം. പക്ഷേ ഇത് കുറച്ച് സിമ്പിളല്ലേ. ഞാൻ ഗോഡോട്ടൊക്കെ യൂസ് ചെയ്തിട്ട് നോക്കിയിട്ട് എനിക്കിത് കുറച്ചും കൂടി, കാരണം എന്താ പറയുക, ഈ ഒരു അരേ കാര്യങ്ങളും സെറ്റായാൽ മതി. കാരണം ഇതിപ്പോൾ മാനുവലി എഴുതുന്നതിന് പകരം യു ക്യാൻ ഓൾസോ ഡു ദ മാത്തമാറ്റിക്കൽ റൈറ്റിംഗ്, റൈറ്റ്. അതായത് ഓക്കെ 10 ടൈല് വേണം, 10 ഇങ്ങനെ പോകണം, നമുക്ക് ലൂപ്പ് ചെയ്ത് എഴുതാമല്ലോ, ആ ഒരു സംഭവം. ഇതിപ്പോൾ ഇവിടെ ഇപ്പോൾ 200 + 84 എന്നുള്ള മാനുവൽ മാക്സ് ചെയ്തു. യു ക്യാൻ ഡു ദാറ്റ് മറ്റേ പ്രൊസീജിയറിൽ കമ്പ്യൂട്ടേഷനിൽ. അപ്പോൾ നമ്മുടെ പ്രൊസീജിയറൽ ജനറേഷനൊക്കെ പ്ലെയർ പോകുമ്പോൾ തന്നെ ജനറേറ്റ് ചെയ്യണം, ആ പരിപാടി ചെയ്യാൻ പറ്റും. ദെൻ വി ക്യാൻ ഡു ടൈൽ സ്കെയിൽ ചെയ്യാൻ പറ്റും. സ്കെയിൽ ഈച്ച് ടൈൽ വിൽ ബി ഡോൺ ട്വൈസ് ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഇൻ അവർ എക്സാമ്പിൾ. ദാറ്റ് വിൽ ബി സ്കെയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്റ്റാർട്ട്. സ്കെയിൽ വിൽ ബി സെറ്റ് വെയർ ടൈൽ സെറ്റ്. ഓക്കെ, ടൈൽ സെറ്റ് സ്കെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ക്യാൻ ജസ്റ്റ് ഇൻക്രീസ് ഇറ്റ് വിത്തൗട്ട് ചേഞ്ചിങ് തിങ്. ടൈൽ സെറ്റ് പക്ഷേ ഇതാണ് കറക്റ്റാണ്. കുറച്ച് പണിയുണ്ട്. മറ്റേത് കുറച്ചും കൂടി എന്താ പറയുക, നമുക്കറിയാമല്ലോ. ഓക്കെ, ഇവിടെ കുറച്ച് പുല്ല് വെക്കണം, ഇവിടെ കുറച്ച് മൗണ്ടൈൻസ് വെക്കണം എന്നുള്ള കുറച്ചും ഇൻഡ്യൂറ്റീവ് ചെയ്യാൻ പറ്റും. ഇവിടെ യു വിൽ ഹാവ് ടു തിങ്ക് ത്രൂ ദ ലോജിക് പോയിൻ്റാണ്. ദെൻ സോ let's say x, so നമ്മുടെ സൈസ് 600. so 600 minus 84, that is 516. so 516, then അല്ല ഇത് 0, this should be 516. so let's say if 516 ആണ്, then you have your 516 വെച്ചാൽ so this should be 84 plus 84 into 2 കൊടുത്താൽ മതി. into 2, then this is your 82 into 3, 84 into 3, then you have your 560. ഓക്കെ, ഏകദേശം ഇതാണ് ഐഡിയ. ദിസ് ഈസ് എ ഹോൾ കോൺസെപ്റ്റ്.
ഇതെങ്ങനെ കൊളൈഡ് ചെയ്യുന്നുള്ളത് യു ആർ ചെക്കിങ് വിത്ത് ഇഫ് കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ എങ്ങനെ എനി ഡൗട്ട്സ് ഓർ എനിത്തിങ് ബാക്കി നമുക്ക് നാളെ സെറ്റാക്കാം, അല്ലെങ്കിൽ വെനസ്ഡേ സെറ്റാക്കാം. എന്താണ് അഭിപ്രായം റൂബി ആൻഡ് റൂബി 2D? Game engine where you could use Ruby as a language. Good question. ഇത് ഞാനിപ്പോൾ കാണാം കേട്ടോ, എനിക്കറിയാൻ പാടില്ല. ഡ്രാഗൺ റൂബി ക്രോസ് പ്ലാറ്റ്ഫോം ഗെയിം എഞ്ചിൻ ദാറ്റ്സ് ഇൻഡി ഫോർ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഈസി. ഇത് കൊമേഴ്ഷ്യലാണ്, പക്ഷേ ഐ ഹാവ് ടു പേ ഫോർ ഇറ്റ്. Retro game engine. Ruby language. I think the closest is GD script. അല്ലേ, GD script അല്ലേ കുറച്ചും കൂടി ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഗെയിം എഞ്ചിൻ ഉണ്ടോ എനിക്ക് അറിയില്ല കേട്ടോ. ഇത് ഒരെണ്ണം ഉണ്ട്, ബട്ട് ഇറ്റ്സ് കൊമേഴ്ഷ്യൽ പെയ്ഡ്. Ruby infused game engine. Game engine is in. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഐ എം നോട്ട് ഷുവർ. C++ എഴുതിയിട്ടുണ്ട്. സോ ഓക്കെ, സോ ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് യു സ്റ്റാർട്ട്, ലെറ്റ്സ് സേ യു ആർ ഗോയിങ് ഡീപ്പർ ഇൻ ടു റൂബി ആൻഡ് റൂബി 2D. അപ്പോൾ കുറച്ചിങ്ങനെ ബിൽഡ് ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് യു വിൽ എൻഡ് അപ്പ് ബിൽഡിങ് യുവർ ഓൺ ഗെയിം എഞ്ചിൻ. ഓക്കെ, ദെൻ മേ ബി യു ക്യാൻ പബ്ലിഷ് ദാറ്റ്. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് എ പോസിബിലിറ്റി ഹിയർ. ഗെയിം എഞ്ചിൻസ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എവറിത്തിങ് ഇസ് റിപ്പീറ്റഡ്, ദെൻ വൈ നോട്ട് വി ജസ്റ്റ് ബണ്ടിൽ ഇറ്റ് ടുഗദർ. ദാറ്റ്സ് എ ഹോൾ ഐഡിയ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാം. എനിത്തിങ് എൽസ് ഇങ്ങനെ ഉണ്ടായിരുന്ന സെഷൻ. ഓക്കെ, അപ്പോൾ എങ്ങനെ വെനസ്ഡേ 8 o'clock or 8:30 ചെയ്താലോ അടുത്ത സെഷൻ? അപ്പോൾ നമുക്ക് പ്ലെയറിൻ്റെ കൊല്യൂഷനും പരിപാടിയും ഇപ്പോഴുള്ളൊരു മേ ബി ബൈ വീക്കെൻഡ് വി ക്യാൻ ട്രൈ ടു മേക്ക് എ വർക്കിംഗ് ഗെയിം വിച്ച് ക്യാൻ ബി ഷെയർഡ്. ഓക്കെ, ഓൾസോ ദർ ഇസ് എ ലാംഗ്വേജ് കോൾഡ് ഓഡിൻ. അത് C++യുടെ സെയിം റേഞ്ച് ഉള്ളതാണ്. This is actually made for game development. Then there is a language called Jai game development. ഈ ലാംഗ്വേജ് ക്രിയേറ്റ് ചെയ്ത ക്രിയേറ്റർ ജസ്റ്റ് ടു പ്രൂവ് ദാറ്റ് the language is so good, he built his own game. And the 10 കൊല്ലം പുള്ളി he was working on his game. So you can look into that also. ഇതിൻ്റെ സിൻടാക്സ് വളരെ സിമ്പിളാണ്. സോ സോ ഇതിൻ്റെ ഇപ്പോഴുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, വെർ യു ക്യാൻ ലിസൺ ടു ഹിം ടോക്ക് അബൌട്ട് ഹിസ് ജേർണി. ഓക്കെ, അപ്പോൾ എല്ലാം പറഞ്ഞല്ലോ, അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഗുഡ് നൈറ്റ്.